ഞാൻ ലളിത. രാത്രി സമയമേറെയായി, 12 മണി കഴിഞ്ഞു. എന്നാലും ഉറക്കം വന്നില്ല. TV കണ്ട് വളരെ വ്യസനത്തോടെ ഇരിക്കുകയായിരുന്നു, പ്രാർത്ഥനയോടെ ഇരിക്കുകയായിരുന്നു. എത്രയോ ആൾക്കാരുടെ മരണം TV-യിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നിപ്പോയി. ഇത്രയേ ഉള്ളൂ നമ്മൾ മനുഷ്യന്മാർ. ഒന്നും എടുക്കാതെ ദൈവത്തിൻ്റെ ഒരു കോപത്തിൽ എല്ലാവരും ലയിച്ചെന്ന് പോകും. ദൈവം ഒന്ന് കണ്ണടച്ചാൽ നമ്മൾ തീർന്നു. അതൊന്നും എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇത് പറയാനല്ല ഞാൻ ലൈവിൽ വന്നത്. സത്യത്തിൽ നമ്മൾ കേരളക്കാർ എത്രയോ നന്മ നിറഞ്ഞ മനുഷ്യന്മാരാണ്. എന്ത് നന്നായിട്ടാണ് ആ വയനാട് പ്രദേശത്ത് കയ്യും മെയ്യും മറന്ന് ജാതിഭേദമന്യേ എല്ലാവരും കൂടി സഹായിക്കുകയാണ്. അത് കണ്ടാൽ തന്നെ നമ്മളൊരു പാഠം പഠിക്കേണ്ടതാണ്. ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല, രാഷ്ട്രീയമില്ല, ഒന്നുമില്ല. നമ്മൾ മനുഷ്യനെ അറിഞ്ഞ് ജീവിക്കാൻ വേണ്ടി പഠിക്കണം. അള്ളാഹ് ആയാലും ശരി, യേശു ആയാലും ശരി, കൃഷ്ണനായാലും ശരി, ഈ ഭഗവാന്മാരെല്ലാം ഒന്ന് കണ്ണടച്ചാൽ നമ്മളെ കാര്യം പോക്കുക. അപ്പം നമ്മളെന്നും നല്ല ഐക്യത്തോടെ ബൈബിളിൽ പറഞ്ഞ മാതിരി അയൽവാസിയെ സ്നേഹിച്ച്, പരസ്പരം സ്നേഹിച്ച്, കൃഷ്ണൻ പറയുന്ന പോലെ തമ്മിൽ സ്നേഹിച്ച്, ചുമ്മാ കുറ്റവും കുറവും കണ്ടുപിടിക്കാതെ ജീവിക്കണം. എന്നാലേ ഈ പ്രകൃതിക്ഷോഭത്തിനെല്ലാം ഒരടക്കം ഉണ്ടാവും. അല്ലെങ്കിൽ ദൈവം ഇതുപോലെ മനുഷ്യന്മാർക്ക് പണി തരും. എന്തായാലും ഒന്ന് മാത്രമേ പറയാനുള്ളൂ. അവിടെ ആളുകളെല്ലാം ഇങ്ങനെ നിരന്ന് നിന്ന് എല്ലാവരെയും സഹായിക്കുന്ന കാണുമ്പോൾ മനസ്സൊന്ന് തണുക്കുന്ന. എങ്കിലും അവിടുത്തെ വേദന, അവിടുത്തെ നാട്ടുകാരുടെ വേദന, അവർ നഷ്ടപ്പെട്ട ആൾക്കാരെ ഓർത്ത് കരയുന്ന ദുഃഖം, ഇതൊന്നും മനസ്സിൽ വെച്ച് സഹിക്കാൻ പറ്റുന്നില്ല. ഉറങ്ങാതെ ഇരുന്നപ്പോൾ തോന്നി എല്ലാവരോടും ഒന്ന് സംസാരിക്കാം. അങ്ങനെയാണ് ഞാനിതൊന്ന് സംസാരിച്ചിടുന്നത്. ആർക്കും ഒന്നും തോന്നണ്ട, വേറെ ഒന്നിനും വേണ്ടിയല്ല. എൻ്റെ വിഷമം പറയാൻ എനിക്ക് സംസാരിക്കാൻ ആരുമില്ല. അതുകൊണ്ട് നിങ്ങളോടെല്ലാം സംസാരിക്കാമെന്ന് വിചാരിച്ച് ഞാൻ സംസാരിക്കുന്നതാണ്. എല്ലാവരും ഇത് കേട്ടതിൽ വളരെ നന്ദിയുണ്ട്. വയനാട്ടിലുള്ള ആൾക്കാർക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. കേരളം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമുള്ള മനുഷ്യന്മാരാണ്. കേരളത്തിൽ ഇങ്ങേ അറ്റത്തൊരു ആൾക്ക് ദുരിതമെന്ന് പറഞ്ഞാൽ പ്രവാസി ലോകത്തിരിക്കുന്ന കേരളക്കാർ പോലും സഹായിക്കാൻ ഓടിയെത്തുന്ന ഒരു നിജസ്ഥിതിയാണ്. അതാണ് കേരള മനുഷ്യന്മാർ. അതൊക്കെ കുറേയൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് മാറിയിട്ടില്ല എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് വയനാട്ടിലുള്ള ആ ഒരു സംഭവം. എന്തായാലും പ്രാർത്ഥനയോടെ ഇനിയെങ്കിലും കുറച്ച് നേരം ഉറങ്ങാമെന്ന് വിചാരിക്കുന്നു.